ആദ്യം നിങ്ങൾ ഗൂഗിളിൽ യൂണിറ്റി ഹബ് ഡൗൺലോഡ് ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് ഈ യൂണിറ്റി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സൈറ്റ് ലിങ്ക് കിട്ടുന്നതായിരിക്കും. ഫസ്റ്റ് ലിങ്ക് ആയിരിക്കും. അത് ഓപ്പൺ ചെയ്യുക. ദെൻ യൂണിറ്റി ഡൗൺലോഡ് എന്നാണ് ബട്ടൺ കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ടാവും. ഈ യൂണിറ്റി നമ്മൾ ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ ദെൻ അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ആയിക്കോളും. ഇത് ഡെസ്ക്ടോപ്പ് വെച്ച് നോക്കുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഈ യൂണിറ്റി ഹബിൻ്റെ ഒരു ഐക്കൺ കാണും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അങ്ങ് ഓപ്പൺ ചെയ്യുക. ലേൺ സെഷനെ കുറിച്ച് ട്യൂട്ടോറിയൽസ് ആണ് ഉള്ളത്. അത് നമുക്ക് വേണമെങ്കിൽ നോക്കാം. നമുക്ക് ഇൻസ്റ്റാൾസ് ആണ് വേണ്ടത്. അപ്പം ഇൻസ്റ്റാൾസ് എടുക്കുക. അത് ആഡ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് റെക്കമെൻഡ് വേർഷൻ അത് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് അടിക്കുക. പിന്നെ നമുക്കിപ്പം മൈക്രോസോഫ്റ്റിൻ്റെ പാക്കേജും ആൻഡ്രോയിഡിൻ്റെ പാക്കേജും നമുക്ക് വേണം, അത് ക്ലിക്ക് ചെയ്യാം. സെലക്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഇപ്പം നിങ്ങൾക്ക് നെറ്റിൻ്റെ എങ്കിൽ ആൻഡ്രോയിഡ് പാക്കേജ് മാത്രം ഒഴിവാക്കാം. അത് നമുക്ക് പിന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ക്ലിക്ക് ഓൺ നെക്സ്റ്റ്. ഇൻസ്റ്റലേഷൻ നടന്നോളും. ഇൻസ്റ്റലേഷൻ കഴിയുമ്പോൾ ഇതുപോലെ 2023 അങ്ങനെ ഒരു വേർഷൻ ബോക്സ് അവിടെ കിടക്കുന്നതാണ്. ഇനി നമ്മൾ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിന് പ്രോജക്ട്സിൽ പോകണം. ആ പ്രോജക്ട്സ് പോയിട്ട് നിങ്ങളവിടെ ടോപ്പ് റൈറ്റ് ആഡ് ബട്ടൺ എന്ന പോലെ അവിടെ ന്യൂ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ചെന്നിട്ട് നമുക്കിപ്പോൾ 3D പ്രോജക്റ്റാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ 3D പ്രോജക്റ്റ് അതിൻ്റെ സെലക്ഷൻ അത് സെലക്ട് ചെയ്യുക. ദെൻ നമുക്ക് പ്രോജക്റ്റിൻ്റെ പേര് കൊടുക്കുക. പിന്നെ ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യണം. നമ്മൾ നോർമലി ഒരു ഫയൽ സേവ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അതേ മെത്തേഡ് ജസ്റ്റ് സേവ് ചെയ്യുക. ഇനി അവസാനം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ക്രിയേറ്റ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മതി. ക്രിയേറ്റ് ആയിക്കോളും. ഇത് ഫസ്റ്റ് ടൈം ചെയ്യുകയാണെങ്കിൽ ഒരു 7 മിനിറ്റ്സ്, ഒരു ആവറേജ് സിസ്റ്റത്തിൽ 7 മിനിറ്റ്സ് എങ്കിലും ഇതെടുക്കുന്നതാണ്. ഓക്കെ, നമുക്കിപ്പം യൂണിറ്റ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, പ്രോജക്റ്റും സെറ്റായി. ഇനി നമുക്ക് ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാം.